സോ ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു വീഡിയോ തന്നെ, അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് എങ്ങനെയാണ് സുഖമായിട്ട് മീൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ അടിക്കാം എന്നതിനെ പറ്റിയ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. മീൻസ് നിങ്ങൾക്ക് വൺ ടാപ്പ് അടിക്കുന്നതിന് സമയത്ത് കുറേ പേർക്ക് ഇപ്പോൾ അറിയാത്ത കുറച്ച് ടിപ്സും അതുപോലെ തന്നെ കുറേ പേർക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഏത് രീതിക്കാണ് നിങ്ങൾ എനിമീസിനെ അടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞതിന് സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വീഡിയോ മുന്നോട്ട് തന്നെ കാണാൻ ശ്രമിച്ചത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിച്ചേക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് അടിച്ചേക്കുക. കൂടാതെ ചാനൽ സബ് അടിക്കാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ചാനലൂടെ സബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതുവരെയായിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മീൻസ് ഇതുവരെയായിട്ടും വൺ ടാപ്പ് പോലും എന്താണെന്ന് അറിയാത്തവരും അതുപോലെ തന്നെ ഇതുവരെ അടിക്കാൻ അറിയാത്തവരും എല്ലാവരും ഈ വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിച്ചേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്പെടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഞാൻ പറയുന്ന പോലെ ഫുള്ളായിട്ട് മുഴുവനായിട്ട് കേട്ടാൽ മാത്രം മതി. അതുപോലെ ഞാൻ കാണിച്ചിരുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടി ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ വർക്കാവത്തുള്ളൂ. മീൻസ് ഈ ഒരു ടിപ്പ് കാര്യങ്ങളൊക്കെ വർക്കാവത്തുള്ളൂ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം. മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ചേക്കുക. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നിങ്ങളൊരു എനിമീനെ അടിക്കുന്ന സമയത്ത് ഏത് രീതിക്കാണ് അടിക്കേണ്ടത്. മീൻസ് ഇപ്പോൾ നിങ്ങളൊരു വൺ ടാപ്പ് അടിക്കാൻ അറിയാത്ത ഒരു പ്ലെയർ ആണ്, നിങ്ങൾ ഏത് രീതിക്കാണ് എനിമീനെ ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ് എയിം ബട്ടൺ മീൻസ് നമ്മൾ എയിം ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, ജസ്റ്റ് റെഡ് കളർ കാര്യങ്ങളൊക്കെ കാണിക്കില്ല, ആ ഒരു ഭാഗം നിങ്ങൾ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു എനിമീനെ ഷൂട്ട് ചെയ്യേണ്ടത്. മീൻസ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് മെയിനായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും ഞാൻ കളിക്കുന്നൊരു ഗെയിം പ്ലേ, മീൻസ് ഞാൻ എൻ്റെ ഹെഡ് ഷൂട്ട് കാര്യങ്ങളൊക്കെ അടിക്കുന്നൊരു ഗെയിം പ്ലേ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ അടിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിക്ക് ഹെഡ് ഷൂട്ട് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. മീൻസ് എയിം ബട്ടൺ ഓരോ ഭാഗത്ത് വെച്ചിട്ടൊക്കെ അടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും കുത്തിപ്പിടിച്ചടിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വൺ ടാപ്പ് അടിച്ച് ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേ കുത്തിപ്പിടിച്ചിട്ട് കുറേ പേര് അടിക്കാൻ നോക്കും. മീൻസ് ഇപ്പോൾ ഒരു എനിമീനെ കണ്ട് നമുക്ക് എങ്ങനെയാണ് വൺ ടാപ്പ് അടിക്കാൻ അറിയാത്തവരാണെങ്കിൽ കുത്തിപ്പിടിച്ച് മേലോട്ട് ഡ്രാഗ് ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന എനിമീസിനെ എങ്ങനെ അടിക്കാൻ അറിയാത്തവരുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇതേപോലെ വൺ ടാപ്പ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പിടിച്ചും കൊണ്ട് കളിക്കുന്ന പ്ലേയേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്, എങ്ങനെ കളിക്കുന്നവരൊക്കെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചൊരു വീഡിയോയിൽ എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ 2-3 കാറ്റഗറി മീൻസ് ഈ 2 കാറ്റഗറിയിൽ പെടുന്നവരാണ് മെയിനായിട്ടുള്ളത്. വൺ ടാപ്പ് അടിക്കാൻ അറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. മീൻസ് ഏത് രീതിക്ക് അടിക്കാൻ അറിയാത്തവരൊക്കെയാണ് മെയിനായിട്ടൊരു വീഡിയോ കാണുന്നത്. മീൻസ് ഏത് രീതിക്കാണോ മൂവ് ചെയ്യേണ്ടത്, മീൻസ് നമ്മുടെ എയിം ബട്ടൺ എങ്ങോട്ടാണോ ചലിപ്പിക്കേണ്ടതെന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടേക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ അടിക്കുന്ന കുറച്ച് ഭാഗം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ഹെഡ് അടിച്ചത്. മീൻസ് അതിപ്പോൾ ചിലപ്പോൾ ബോഡി ഷോട്ട് കൊള്ളും, ട്രെയിനിങ് മസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഏത് പൊസിഷനിൽ വെച്ചിട്ടാണ് എയിമിയുടെ ഹെഡ് ഷോട്ട് അടിക്കുന്നത്. മീൻസ് എയിം എവിടെ വെച്ചിട്ടാണ് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വെച്ചടിക്കാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. അപ്പോൾ ഞാൻ ഈ സ്കോപ്പ് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു ഭാഗം മീൻസ് നമ്മുടെ എനിമിയുടെ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നിങ്ങൾ എയിം ബട്ടൺ എപ്പോഴും വെച്ചടിക്കേണ്ടത്. ഒരു എനിമി സ്റ്റേബിളായി നിൽക്കണം, മീൻസ് ഒരു എനിമിയുടെ സ്റ്റേ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് അടിക്കേണ്ടത്. കാരണം ആ ഭാഗത്ത് വെച്ച് അടിച്ചാൽ മാത്രമേ നമുക്ക് ഡ്രാഗപ്പ് കറക്റ്റായിട്ട് വർക്കിംഗ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ അടിക്കുന്ന ഹെഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ, കറക്റ്റ് ഞാൻ ആ താഴ്ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഹെഡിലോട്ടൊക്കെ കൊടുക്കും. കുറച്ച് ട്രെയിനിങ് എനിക്ക് കിട്ടാനുണ്ട്. മീൻസ് ഞാൻ കുറേ ദിവസങ്ങളായി ഞാൻ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ കളിച്ചിട്ട്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ക്ഷമിച്ചേക്കുക. എന്നാൽ കൂടെ ഞാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. വീഡിയോസ് ഞാൻ കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ ഹെഡ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്പിലൂടെ തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തേക്കുക. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് എനിമിയുടെ ജസ്റ്റ് കാലിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് വെച്ച് അടിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഹെഡ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കൊള്ളത്തുള്ളൂ. ഇനിയിപ്പോൾ ഇതല്ലാത്ത വേറെ ഒരുപാട് ടിപ്സ് കാര്യങ്ങളുണ്ട്, പിന്നെ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വീഡിയോ കൂടെ ഫുള്ളായിട്ട് തന്നെ പറഞ്ഞു തരാം. മാക്സിമം ഈ വീഡിയോ ലെങ്ത് ആവുകയാണെങ്കിൽ ഞാൻ പറയത്തില്ല, അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. മാക്സിമം എല്ലാവരും ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്തേക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മൂവ് ചെയ്യുന്ന എനിമീനെ എങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അടിക്കാൻ പറ്റുമോ ഇല്ല എന്നൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാകും. ഞാനൊരു എനിമീനെ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്തു മൂവ് ചെയ്യുന്ന എനിമിയാണ്. അപ്പം നൈസായിട്ട് തന്നെ സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫയർ ബട്ടൺ സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുന്ന സമയത്താണ് എനിമി മൂവ് ചെയ്യുന്ന ആ സൈഡിലോട്ട് തന്നെ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ ഒരു പൊസിഷൻ നേരത്തെ പറഞ്ഞ ആ ഒരു ടിപ്പിൽ കറക്റ്റായിട്ട് നിലത്ത് ആ ഒരു എനിമിയുടെ കാലിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് ജസ്റ്റ് നിങ്ങൾ സൈഡിലോട്ട് പ്രോപ്പറായിട്ട് സൈഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫയർ ബട്ടൺ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹെഡ് കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കും.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 2 മെത്തേഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മീൻസ് നിങ്ങൾക്ക് ഇതിലും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വേണം. നിങ്ങൾ ജസ്റ്റ് എല്ലാ ദിവസവും നിങ്ങൾ മാക്സിമം ട്രെയിനിങ് ഗ്രൗണ്ടിൽ ചെന്നിട്ട് ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ജസ്റ്റ് നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഒരു രീതിക്ക് നിങ്ങൾ മാച്ച് കാര്യങ്ങളൊക്കെ കളിക്കുകയാണ് നീക്കുക. നിങ്ങളെ കളിയിലുള്ള രീതിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് മീൻസ് ഇപ്പോൾ അടുത്ത് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇടൽ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ഫോൺ കാര്യങ്ങളൊക്കെ ഇടുന്ന സ്ഥിതിക്ക് അതുപോലത്തെ ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് സെൻസിറ്റിവിറ്റിയെ പറ്റിയിട്ട് സംസാരിക്കാണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫയർ ബട്ടൻ്റെ അതുപോലെ തന്നെ ജോയിസ്റ്റിക്കിൻ്റെ ഇതിൻ്റെയൊക്കെ നമ്മുടെ മൂവ്മെൻറ്റ് മീൻസ് നല്ല രീതിക്ക് മൂവ്മെൻറ്റ് സ്പീഡ് ലാഗ് ഫിക്സിങ് ഇതിനൊക്കെ പറ്റി നമ്മൾ പ്രോപ്പറായിട്ടൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വർഷവും നമ്മൾ നല്ല രീതിക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ മെയിനായിട്ട് വേണം. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇനി വരുന്നതായിരിക്കും. സെൻസിറ്റിവിറ്റി ലാഗ് ഫിക്സിങ് അതുപോലെ തന്നെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്തൊക്കെയാണ് കളിക്കേണ്ട രീതിക്ക് നിങ്ങൾക്ക് മാറ്റേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോയുടെ മുന്നോട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ട് 2 വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് മീൻസ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോനെ പറ്റി പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.